പോളയുടെ വർക്ക് എവിടം വരായിട്ട് നോക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മുടെ കാറും കൊണ്ട് ഇതാ നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. കണ്ട ആഴ്ചയ്ക്ക് ശേഷം വണ്ടി ഇതാ വീണ്ടും കയറിയിരിക്കാൻ പോവുകയാണ്. വണ്ടി ഫോർക്കിൻ്റെ അകത്തെടുക്കുന്ന സ്പേസറാണ് കേട്ടോ. നമ്മുടെ ഗോവ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് തൊട്ട് വീണ്ടും അപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പോയതിൻ്റെ തലേക്ക് ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് പോയത്. നമ്മളെ ഡ്യൂക്കിനും നമ്മൾ RC ചെയ്തേക്കുന്ന സെയിം അഡ്ജസ്റ്റബിൾ ഫോർക്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ നമുക്ക് ഡാറ്റ സെറ്റ് ആവത്തില്ല. അഥവാ ഡാറ്റ സെറ്റ് ആവണമെങ്കിൽ ഈ ഒരു വീലും കാര്യങ്ങളൊക്കെ പുതിയതിൻ്റെ വീലാക്കണം, പുതിയതിൻ്റെ ഡിസ്ക് ആക്കണം, പുതിയതിൻ്റെ ആക്സിലും കാര്യങ്ങളെല്ലാം ആക്കണം. പക്ഷേ നമുക്ക് സ്റ്റോക്ക് വീലിൽ തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഡിസ്ക് ഭാഗം 2 പ്രൈസ് ഇടുക. അതായത് ഫ്രണ്ട് ഡിസ്കും റൈറ്റ്, ബാക്ക് ഡിസ്കും റൈറ്റ് വരും കേട്ടോ. അതുകൊണ്ട് പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതാ ഇതിൻ്റെ അകത്ത് ഇടുന്ന ഒരു ചെറിയൊരു സ്പേസർ നമുക്ക് ലൈറ്റ് കൊണ്ടുപോയി ഉണ്ടാക്കി ഇടേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇവിടെ ഒരു സ്പേസർ ഇട്ടേക്കുക ഇങ്ങനെ. അപ്പം അതാണ് പരിപാടി. അപ്പോൾ നമ്മൾ UST ഫോർക്ക് ഇതാ കൈയിരിക്കുക. ഇതാണ് സാധനം, നല്ല വെട്ടിക്കെട്ട് സാധനം കേട്ടോ. പുതിയതൊന്നുമല്ല, ഇത് യൂസ്ഡ് പീസാണ്. നമ്മളെ പാരിപ്പള്ളി നെസ്ഗിയറിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള UST ഫോർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റബിൾ ഉണ്ട്, അല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പം അഡ്ജസ്റ്റബിളിലൂടെ ഒരു പ്രത്യേക താല്പര്യം. ഇതിപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ രസമുണ്ട്. ഈ വൈറ്റ് നോബും റെഡ് നോബും റീബോണ്ടും കംപ്രഷനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നോബും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം പുറത്തുനിന്ന് ഒരാൾ വണ്ടിയെപ്പറ്റി അധികം അറിയാത്ത ആളൊക്കെ ഒന്ന് ചോദിക്കും, ഇതൊക്കെ എന്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ തന്നെ ഒരു രസമാണ്. അപ്പം നമ്മൾ ഡ്യൂക്കിലും ഇതന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. മെയിൻ അഡ്വാൻറ്റേജ് ലുക്ക് മാത്രമല്ല, ഇതിൻ്റെ പർപ്പസും കൂടിയാണ്. നമുക്ക് ഇതുകൊണ്ട് ഓഫ് റോഡ് പോയാലും അല്ലെങ്കിൽ നല്ലൊരു ഓൺ റോഡ് പോയാലും നമുക്ക് ജസ്റ്റ് ഒരു ക്ലിപ്പ് ഫേസിൽ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ സോഫ്റ്റ് ഹാർഡ് ആക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു റോഡ് പെർഫോമൻസ് നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നേരെ ലൈറ്റ് പോയിട്ട് ഇതിൻ്റെ ആ ഒരു സ്പേസറും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ ഇന്നത്തെ ആ ഒരു സ്പേസർ സെറ്റ് ആവത്തുള്ളൂ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് വണ്ടി സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നേരെ ലൈറ്റ് പോയാലോ. അപ്പോൾ നമ്മളെ ഡ്യൂക്ക് ഇന്നും ഇറക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. സംഭവം ഇവിടെ പണിക്കാർ കുറവാന്ന് പറയണത്. വീണ്ടും സമയം എടുക്കും. നാളെ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ തരാമെന്ന് പറഞ്ഞാൽ പുള്ളി തന്നിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് തന്നെ വൈകുന്നേരം സെറ്റ് ആക്കാമെന്ന്. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, അതേ നടക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത പരിപാടി നമ്മളെ പോളയാണ്. പോളയുടെ പെയിൻറ്റിങ് വർക്ക് എവിടം വരെ ആയെന്ന് കാണണ്ടേ. അതിൻ്റെ പാച്ച് വർക്കും എല്ലാം വെച്ചിട്ടുണ്ട്. രണ്ടും കാര്യങ്ങളൊക്കെ എല്ലാം നൂത്ത് പുട്ടി വർക്ക് ഒരാൾ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ. അതും എനിക്ക് തോന്നുന്നു നാളെ ആകുമ്പം നമ്മളെ പോളയുടെ വർക്കും തീരുമെന്നാണ് തോന്നണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ പോള് കേട്ടതാ ഇവിടെ എല്ലാം മൂടി വെച്ചേക്കുക. ഈ ഭാഗത്തെ പെയിൻറ്റിങ് പ്രൈമറാണ് കേട്ടോ അടിച്ചോണ്ടിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ കുഞ്ഞു ഡെൻറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വണ്ടി വാങ്ങിച്ചപ്പോൾ ഒരു കുഞ്ഞു ഡെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കവർ ചെയ്ത് അടിക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ചെയ്യുക. ഈ മുകളിലും ചെറിയൊരു ഡെൻറ്റ് ഉണ്ടായിരുന്നു, അതും വണ്ടി വാങ്ങിച്ചപ്പോൾ ഉള്ളതാണ്. അത് ജസ്റ്റ് പുട്ടി വർക്ക് ചെയ്ത് അത് ജസ്റ്റ് ഒരു ഡെൻറ്റ് അത് ജസ്റ്റ് ഒരു പുട്ടി വർക്ക് ചെയ്ത് അതും പ്രൈമർ കോട്ടിങ് അടിച്ചുകൊണ്ടിരിക്കുക. ഈ ഭാഗത്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ലൈൻ ഇഷ്യൂലൊക്കെയാണ്, ഈ ഒരു ലൈനിലൊക്കെയാണ് കൂടുതലും ഞങ്ങൾക്കൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ആ ഒരു ക്വാർട്ടർ പീസിലൊക്കെയാണ് ജസ്റ്റ് പറയാം നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടിയത്. അതൊക്കെ കട്ടിങ് ഫുൾ ഓക്കെ ആവും അല്ലേ. ഓക്കെ അതൊക്കെ മാക്സിമം അടിച്ച് നോത്ത് അതിൻ്റെ പെയിൻറ്റ് വർക്ക് ഇപ്പോൾ തീർക്കാനുള്ള പരിപാടിയാണ്. ബാക്കി ഫുള്ള് കവർ ചെയ്തിട്ട് അപ്പം നമ്മുടെ വണ്ടി നാളത്തോടെ പെയിൻറ്റ് വർക്ക് ഇന്ന് നൈറ്റ് പെയിൻറ്റ് അടിക്കുമെന്ന് തോന്നുന്നു. നമ്മൾ നാളെ എന്തായാലും നമുക്ക് വണ്ടി ഇറക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ലൈറ്റിലെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കാറിലാണ് വന്നിട്ടുള്ളത്. UST വർക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം ലൈറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ UST വർക്ക് നോക്കാൻ പോയി. ഇത് ലൂസാണല്ലേ. ഇതാണ് നമ്മുടെ ഡ്യൂക്കിൻ്റെ സ്റ്റോക്ക് ആക്സിൽ കേട്ടോ. അപ്പം ഈ ഒരു സ്പേസർ ഇതിൻ്റെ അകത്ത് ഫിക്സ് ആക്കി വെച്ചേക്കാണ്. നമ്മുടെ RCയിൽ വെച്ചപ്പോൾ ഇത് ഫിക്സ് ആക്കിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഫിക്സ് ആക്കി വെച്ചാൽ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടിരിക്കും. അതായത് ഇത് തമ്മിലൊരു പിടുത്തം വേണം, എങ്കിലേ അത് പക്ക സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇതിപ്പോൾ നോക്കി ഒരു പുറത്തുനിന്ന് ചെയ്ത ഒരു ആക്സിൽ നിന്ന് പറയത്തില്ലല്ലേ. അപ്പോൾ പക്ക നീറ്റായിട്ട് എല്ലാം ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. പൊളി. ഇനിയിപ്പോൾ നമുക്ക് ആക്സിൽ ഡയറക്റ്റ് ഈ ഫോർക്കിൻ്റെ ഇടിച്ച് കയറ്റിയാൽ മതി. ഷോപ്പിൽ ചെന്നിട്ട് ഇത് വർക്ക് ചെയ്യുന്ന വീഡിയോ ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഈ ഫോർക്കിൻ്റെ അകത്തിരുന്ന സ്പേസറാണ് കേട്ടോ. നമ്മുടെ ആക്സിൽ ചെയ്യാൻ പാകത്തിനുള്ള സ്പേസ് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കുത്തിക്കയറണം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് സ്റ്റോക്ക് വീലിൽ തന്നെ നമുക്ക് Gen 3യുടെ UST ഫോർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെ ഡ്യൂക്കിന് ഒരു 1.5 ആഴ്ചത്തെ കഷ്ടപ്പാടാണ്. 1.5 ആഴ്ച കൊണ്ടേ വണ്ടി ഇതാ ഈ ഒരു കണ്ടീഷനിലാണ് ഇരുന്ന ഒരു വേറൊരു പഴയ ടാഗിൻ്റെ മുകളിൽ കയറ്റി വെച്ചേക്കണം ഇതാ. അപ്പോൾ ഇന്ന് അതിനൊരു വിരാമം സംഭവിക്കുന്നതാണ്. പഴയ ഫോർക്കും കാര്യങ്ങളൊക്കെ ഒരു മാറ്റിയിട്ട് നമ്മൾ അഡ്ജസ്റ്റബിൾ കയറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടെ ഇരുന്നപ്പോൾ അതാ ഈ ചെറുക്കൻ കാണിച്ചു വെച്ചൊരു പരിപാടിയാണ്. നമ്മുടെ വെൻഡേറ്റയുടെ സീറ്റിൽ കണ്ട സൂപ്പർ വീണ് ഗൈസ്.
ചെറിയൊരു പണി ഒപ്പിച്ച് വെച്ചാൽ എന്നിട്ട് അവൻ മോൻ കാണിക്കാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർക്ക് ഊരിയെടുക്കാം. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റബിൾ ഫോർക്ക് ഇപ്പോൾ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നേരത്തെ നമ്മുടെ വീല് കിടന്നത് ഈ ഒരു പൊസിഷനിലാണ്, അതായത് ഡിസ്ക് ലെഫ്റ്റ് സൈഡിലാണ് നടന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസ്ക് റൈറ്റ് സൈഡിലോട്ട് ആക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കുന്ന സമയത്ത് ടയർ തിരിക്കാൻ നടക്കണം. അപ്പോൾ ഈ ടയർ ഊരി തിരിച്ചിടണം, അല്ലെങ്കിൽ ഇതുവരെ ഓടിയത് നേരെ റിവേഴ്സ് കറങ്ങിപ്പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് കൊണ്ടുപോയി ടയർ തിരിച്ചിടാം. അപ്പോൾ നമ്മൾ ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പോളയുടെ വർക്ക് എവിടം വരായിട്ട് നോക്കാൻ വന്നതാണ്. അപ്പം വേറെ മാറ്റമൊന്നുമില്ല, പിറ്റേ ദിവസമാണ്. ഇപ്പോഴും ആ ഒരു തേവ് പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പുറത്തെ സൈഡും ഇവിടെയൊക്കെ ചെറിയ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴും ഓക്കെ, ഇപ്പോഴും ഇന്ന് വരുമെന്നാണ് പറയണം. നോക്കാം എന്ന് കിട്ടുമോ. ഇനിയിപ്പോൾ ഫോർക്ക് സെറ്റ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ 390യുടെ സ്റ്റോക്കും ഒരുപാട് ഡാറ്റ് സൂട്ട് ആവത്തില്ല കേട്ടോ. നമ്മൾ RCയിൽ സെറ്റ് ചെയ്ത് അങ്ങനെ തന്നെയാണ്. ഇതേപോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലാമ്പ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു മൾഗാർഡ് ഡാറ്റ് സൂട്ടാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഇപ്പോൾ ഇരിക്കുന്ന ലെഗ് എന്ന് പറഞ്ഞാൽ Gen 3യുടെ ലെഗല്ലേ. അപ്പം Gen 3യുടെ സ്റ്റോക്ക് മൾഗാർഡ് മാത്രമേ ഇതിൻ്റെ അകത്ത് ഡാറ്റ് സൂട്ടാവത്തുള്ളൂ. അപ്പം ഇതിൻ്റെ ലെഗ് വ്യത്യാസമുള്ളതുകൊണ്ട് നമുക്ക് ഈ ഫ്രണ്ട് മൾഗാർഡിന് ചെറിയ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഫ്രണ്ട് മൾഗാർഡിലല്ല, സോറി, നമുക്ക് ഈ ഒരു ഫോർക്കിൻ്റെ അവിടെ ഒരു ക്ലാമ്പ് വെച്ചിട്ട് ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് ഡാറ്റ് സൂട്ടാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എക്സ്ട്രാ ഹോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ക്ലാമ്പ് വയ്ക്കാതെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. ഈ രീതി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം നമ്മളെ വർക്ക് കഴിയാറായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റൈറ്റ് സൈഡ് ആയിക്കൊണ്ട് അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിടേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ജസ്റ്റ് പെട്ട് കേബിൾ ടൈ അടിച്ച് വെച്ചേക്കാണ്. ഇനി അത് വേറെ വഴിയൊക്കെ ഒന്ന് അതൊക്കെ സെറ്റാക്കി എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോളോടെ ഫൈനൽ വർക്ക് കഴിഞ്ഞ് ആ വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട് പോകാനുണ്ട്. പുതിയ വണ്ടി ഡെലിവറി ചെയ്യാൻ പോകാനൊക്കെയാണ്. അല്ല, കുറച്ച് ഒരു 8 ദിവസം വണ്ടി അപ്പോൾ പെയിൻറ്റിങ്ങിനായിട്ട് കൊടുത്തതാണ്. അപ്പം ഇന്ന് നമ്മളിപ്പോൾ വണ്ടി എടുക്കാനായിട്ട് പോകാൻ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഇപ്പോൾ പക്ക ബ്രാൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഫുള്ള് ഞണക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ആ ഭാഗത്തൊക്കെ പെയിൻ്റ് അടിച്ച് ഈ ഒരു പോർഷൻ ഫുള്ള്, അതായത് ബേക്ക് തൊട്ട് ഈ ഭാഗത്തൊക്കെ ബേക്ക് ബമ്പർ വരെ ഫുള്ള് അടിച്ചിട്ടുണ്ട് കേട്ടോ. ബേക്ക് ബമ്പർ വരെ ഫുള്ള് ക്ലീനാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ക ടിക്ടോക്ക് കളർ, അതായത് കളർ ഡിഫറൻസ് അറിയാൻ പറ്റാത്ത രീതിയിലാണ് ഫുള്ള് നമുക്ക് ചെയ്ത് തന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മിറർ ക്യാപ്പ് രണ്ടും നമ്മൾ ഇളക്കി വെച്ചേക്കുക. അത് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ ഡിപ്പും കൂടെ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ബ്രോ മിറർ ക്യാപ്പ് എന്ന് കിട്ടും ബ്രോ? 2 ദിവസം കിട്ടും അല്ലേ? ഓക്കെ, അപ്പം മിറർ ക്യാപ്പ് കാർഫോൺ ഡിപ്പിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ചെയ്തിട്ട് അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയമല്ല. കുറച്ച് അത്യാവശ്യം കാറുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകണം കേട്ടോ. തൽക്കാലം ടേപ്പൊക്കെ ചെയ്ത് മറച്ച് വെച്ചിട്ട് വണ്ടി ഇപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോകാം. എന്തായാലും പെയിനിങ് കൊള്ളാം കേട്ടോ. പക്ക സെറ്റ് സാധനം. ഏകദേശം ഒരു 2 ആഴ്ച ആവാറായിട്ടുണ്ട്. അപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം വണ്ടി വീണ്ടും കയറിയിരിക്കാൻ പോവുകയാണ് വണ്ടി. അപ്പോൾ നമ്മുടെ കാറും കൊണ്ട് നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. സെറ്റായല്ലേ? തട്ടും. നീ പറഞ്ഞോണ്ട് ഞാൻ മനപ്പൂർവ്വം കൊണ്ട് തട്ടി കിടന്ന്. അപ്പോൾ നമ്മൾ ഡ്യൂക്കിൻ്റെ UST ഫോർക്കിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. മൾഗാർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ വയറിങ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകണം നമ്മുടെ ബേക്ക് എക്സ്പ്ലസിൻ്റെ ഷോക്കാണ് കേട്ടോ അതിൻ്റെ അത് ഇരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് Gen 3ക്ക് വരുന്ന അഡ്ജസ്റ്റബിൾ റിയർ ഷോക്കാണ് കേട്ടോ ബേക്കിൽ സെറ്റ് ചെയ്യാൻ പോകണം. ഫ്രണ്ടും ബേക്കും അപ്പോൾ പക്ക അഡ്ജസ്റ്റബിൾ ഷോക്കാണ് അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് പോകാം. ഇത് Gen 3ക്ക് വരുന്ന സെയിം സാധനമാണ് കേട്ടോ. സോഫ്റ്റും ഹാർഡും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബേക്ക് ഷോക്കാണ്. ഇതാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു നോബും കാര്യങ്ങളൊക്കെ ഇട്ടത്. നമുക്ക് മൈനസിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് സോഫ്റ്റും ഹാർഡും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു എക്സ്പ്രസിൻ്റെ ഷോക്ക് ഒരു കുഴപ്പമില്ല, അടിപൊളി സാധനമാണ്. ഇത് വെച്ചിട്ടുള്ള അവസ്ഥ എന്താണെന്ന് അറിയാൻ വയ്യ. എനിക്കെന്തായാലും എക്സ്പ്രസിൻ്റെ ഷോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഇതും കൂടി ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ട്രൈ ആണ്. അപ്പം വെച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഫൈനലി നമ്മുടെ വണ്ടിയുടെ വർക്ക് അപ്പോൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇവിടുത്തെ ഹഗ്ഗറും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു ഷോക്ക് ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഷോക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ബേക്ക് നല്ല രീതിക്കുള്ളൊരു ഹൈറ്റാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ അതിരിക്കുന്ന. എനിക്കിപ്പോൾ എക്സ്പൾസിൻ്റെ അകത്തിരിക്കുന്ന അതേ ഫീലെന്ന് പറയുന്നില്ല, എന്നാലും കാർ ഇങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് എത്തുന്നത്. കറക്റ്റ് പ്ലാറ്റ്ഫോം അല്ല. അപ്പോൾ അതൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം ഇത് വയ്ക്കണം വേണ്ടതെന്ന് ഞാൻ കുറച്ച് നേരം ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അത് വച്ചാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചില്ല. ഇതിൻ്റെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ നോബിനെ പറ്റിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു സ്ക്രൂ ഡ്രൈവറാണ്. അപ്പോൾ ഇത് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഈ ഒരു നോബിൻ്റെ അകത്ത് ഇങ്ങനെ കയറ്റിയിട്ട് നമുക്കിതാ ഹാർഡിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സസ്പെൻഷൻ ഷേക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ട
പയ്യാണ് ഇതിൻ്റെ സസ്പെൻഷൻ വർക്കാവുന്നത്. കണ്ടില്ലേ, ഞാൻ പയ്യെ ആക്കണേന്നല്ല കേട്ടോ, പയ്യാണ് വരുന്നത്. ഈ സസ്പെൻഷൻ ഞാൻ സോഫ്റ്റിലിട്ടിട്ട് കാണിച്ചു തരാം. 4 ക്ലിപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയോ, വ്യത്യാസം മനസ്സിലായോ? കാരണം നമുക്ക് ഈ ഒരു സസ്പെൻഷൻ കയറ്റുന്നതിനുള്ള മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് റോഡിൽ എങ്ങനെ ഓടിക്കാൻ പറ്റും, ട്രാക്കിലാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റും. ഇതേ സെയിം നമുക്ക് ഈ സ്കൂട്ടറിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ക്ലിക്ക് പേസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട് ഷോക്കാണ് ഞാൻ ഫ്രണ്ടിലും കയറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ജസ്റ്റ് ക്ലോക്ക് വൈസ് നമുക്ക് റൈറ്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കംപ്രഷൻ റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട് ഷോക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. രണ്ടും WP-യുടെ Gen 3യുടെ സെയിം സാധനമാണ് ഇവിടെ Gen 2 390ക്ക് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് കേട്ടോ. പക്ഷേ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഹൈറ്റാണ്. അപ്പം ഹൈറ്റ് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് വയ്ക്കാൻ പറ്റത്തില്ല. ഈ ഒരു സിംഗാമ്പിൽ ഇതിൻ്റെ എക്സോസ്റ്റ് കയറി തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ എക്സോസ്റ്റ് തൽക്കാലം റിമൂവ് ആക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വച്ചേക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഡ്യൂക്കിൻ്റെയും പോളയുടെ ഒരു മിക്സ്ഡ് വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗൈസ്. അതുവരെയ്ക്കും ഗുഡ് ബൈ.